250 റേറ്റ്. പക്ഷെ 225 വെച്ചേ കൂട്ടിയിട്ടുള്ളൂ. അപ്പൊ താണ്ടേ 20,250. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൂടെ? എന്നാ പിന്നെ 250 രൂപയാക്കാം. എന്നിട്ട് അതിന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ മതിയോ? അത് വേണ്ട, 225 കൂട്ട്. ഇത് നാട്ടുകാരുടെ പൈസയല്ലേ, വീട്ടിൽ നിന്നുകൊണ്ടൊന്നും അല്ലല്ലോ. ആ കാശും കെട്. നീ ഇത് മുൻകൂട്ടി കണ്ടു അല്ലേ? ഞാൻ എത്രയോ കാട് വരുന്നു. എന്തായാലും കൊടുത്തിട്ട് വാ, ഞങ്ങൾ പുറത്തുണ്ടാവും. ഒന്ന് പോക്കട്ടെ. ബേബി വാടാ. അമ്പോട്ടാ എന്താ എനക്ക് തരുവാ? എന്തിന്? തോക്ക്. ഇതൊന്ന് വെക്കട്ട്, എന്നിട്ട് നമുക്ക് നോക്കാം. കാട്ടുന്നോ തരുന്നില്ല. ഇതിന്റെ ഉള്ളിലില്ലെങ്കിലും വെടിവെച്ചിട്ടല്ലോ. പുതിയ ജനറേഷൻ പിന്നെ എങ്ങനെ കാര്യങ്ങൾ പഠിക്കല്? ആദ്യം ഇതെല്ലാം നോക്കി കണ്ട് പഠിക്ക്, എന്നിട്ട് നമുക്ക് വെടിവെക്കാം. 20,500. 20,500? 250 ഇല്ലല്ലോടാ. 250 ടൗണിൽ ഇറങ്ങുമ്പോ തരാം, പോരെ? എന്റെ പൊന്നെ ചേച്ചി ചതിക്കില്ല, അതേ ഉള്ളൂ. ഒന്ന് നോക്കേച്ചി. എടാ ചില്ലറില്ല. എന്നാലേ നോക്കി പഠിക്കാം. ഇല്ല മുണ്ടൂല. ഒന്നിങ്ങ് വന്നേ. കണ്ണേട്ടാ, കണ്ണേട്ടാ, അങ്ങോട്ട് വേണ്ടിയുണ്ടു. കണ്ണേട്ടാ, കണ്ണേട്ടാ. ഓ അത് ശരി. ഒരാളാടെ വെടികൊണ്ട് ചാവാൻ കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളക് ഇട്ട് മസാല ഇളക്കിക്കൊണ്ടിരിക്ക. എടാ ഞാനതിന് എന്റെ കണ്ണേട്ടാ, ചാക്ക് പൊട്ടിയതാടാ. ഒന്ന് വന്നേ. എന്താ ക്ഷീണം? ഒന്ന് സ്കാനിങ്ങിന് പോകണം. അതൊരു ചെറിയ പ്രശ്നമുണ്ട്. പന്നി കാട്ടുന്ന കിട്ടിയതല്ല. അപ്പൊ ഇത് മറ്റേ നേരിന്റെ ഫാമിൽ മേടിച്ച. നേരിന്റെ അമ്മ അറിഞ്ഞു വേറെ ആരോട് പറയാൻ നിൽക്കണ്ട. ആരോട് പറയാ? നീ ഞാൻ ആരോട് പറയണ? ചന്ദ്രൻ നിൽക്കുന്ന വലിയ മൈൻഡാക്കണം. സുധാരാ, ഏത് കാട്ടുന്ന അതിനെ പിടിച്ചിന്? ഉഷ്ണമേഖല മഴക്കാട്ടുന്ന്. എന്തേ പോരുന്നാ? കണ്ണാ, മേരിന്റെ ഫാമിലി പോയിട്ട് പന്നീനെ മണിക്കാനും അറിയാം, അതിന് പെയിന്റ് പഠിക്കാനും അറിയാട്ടാ. അടിച്ചോന്നല്ലാട്ടാ, അത് വെടിവെച്ചൊരു കുണ്ടിലൂടെയാണ്. ബാലട്ട നിങ്ങൾ വെറുതെ ചൊറയാക്കാൻ നിൽക്കല്ലേ, നമുക്ക് തെയ്യം ഇറങ്ങേണ്ടത്. ആയിക്കോട്ടെ, ഇപ്പൊ കാര്യം നടക്കട്ടെ, നമുക്ക് കമ്മിറ്റി വെച്ച് കാണാലോ. കമ്മിറ്റി കൂടുമ്പോ കാണാം. നോക്കണ്ട, നീ തോക്ക് കൊടുക്കണ പരിപാടി നോക്കും. അമ്മിണി ഇളക്കിയിട്ടുണ്ട് കേട്ടാ. കുടിച്ചോ, കുടിച്ചോ. കഴിക്കുന്ന ഞാൻ വാ, അമ്മയെ കാണേ. എടാ ഭാസ്കര, വന്നാ ലേശം ബുദ്ധിമുട്ടിയേ, പക്ഷെ എന്നാലും നല്ല ചെമ്മ കണ്ട സാധനമാണ്. ആള് നല്ല ഉസാറാണ്. നീ ഒരു കാര്യം ചെയ്യ്, അതിനാഴ്ച ഉക്ക് കെട്ടു നോക്കാല. നമുക്കിവിടെ പ്രാർത്ഥന തുടങ്ങാം. മോളെ നിന്റെ കുരുത്തക്കേട് ഇതിലെന്താവും ശരിയാവും. ശരിയാക്കണം. അമ്മേ, എടാ നീ വരുമ്പോ സോപ്പ് മേടിക്കണേ, മറക്കല്ലേ. സോപ്പ് നിങ്ങളെന്താ തിന്നല? നീ മാറ്റിയിടുമ്പോ അതെല്ലാം അലക്കി തരണ്ടേ? ഓ, കളയപ്പനൊന്നും കാണാനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഓനെന്തെങ്കിലും ആയിക്കോട്ടില്ല, നീ എന്തിനാ നോക്കുന്നത്? ആ ബായി വരാനൊന്നും പോകുന്നില്ല. ഞാൻ പോട്ട്. നീ കൊണ്ടുവരാ, കുറച്ച് അടുപ്പിച്ച് എടുത്ത്.
ഓ ഈ ചാവിന്റെ പൊട്ട്. കാള വരണ്ടതും കണ്ണനെ ആക്രമിച്ചതും ചാത്തന്റെ ശാപമാണോ അതോ പ്രാക്കാണോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഒരു കാര്യമില്ലെങ്കിലും ഒരാൾ വീണ് കിടക്കുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അതിപ്പോ ഏതൊരു പാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയുകയും വേണ്ട. വിദ്യേ രണ്ട് കൈയും പോയിന്നാ കേട്ടിന്. ഇനി ഓൻ കുറച്ച് വെള്ളം കുടിക്കും. അതങ്ങനെ വരൂ ചന്ദ്ര. എള്ളിക്കുറിശിയപ്പൻ എന്ന് പറഞ്ഞ ആള് ചില്ലറക്കാരനാ. നാടൻ മന്തിനെ കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റും. പക്ഷെ മൂപ്പരെല്ലാം നോക്കി കണ്ട് കൊടുക്കും. അല്ല നീ പോയത് അത് നോക്കാനാ? ആ ഞാൻ ആ കാര്യം പറയാനല്ലേ ഇടന്നത്. അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ. പോയ കാര്യം പറ. എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല. ഓക്കോ? ഓക്കും. ഓ മാറി അതെന്താ മാറി. വിദ്യേ നീ അത് വിടു വിദ്യേ. നമ്മുടെ തമ്പാട്ടന്റെ അടുത്തേ പേരെയും കുട്ടിയിരുന്ന കേട്ട് നമ്മക്കത് പോയി നോക്കാ. ആ കിടു കുട്ടിയാന്ന കേട്ട്. ശരിയല്ലേ? ഷൈനി കിട്ടിയോ? പുല്ല് മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. കുറെ കാലത്തിന് ശേഷം എനിക്ക് കുറച്ച് ആശ്വാസവും സമാധാനമൊക്കെ തോന്നുന്നത് എന്താ? എവിടെ കിടന്ന് നരകിക്കായിരുന്നു ഞാൻ. സത്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടടാ. കഴിഞ്ഞല്ലോ. എനിക്ക് നീ ഉള്ളതുകൊണ്ട് മാത്രം നടന്നായത്. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് അനുഭവിച്ചേനെ. ഈ കെട്ടില്ല പഴയ ശൈനിയല്ലേ നിനക്ക് വേണ്ടത്?
തൽക്കാലത്തെ മെസ്സേജ് അയക്കണ്ട. ഷൈനി ഇതിൽ കൂടെ എങ്ങനെയാ? കറണ്ട് ഇല്ലല്ലോ, കുഴപ്പമില്ല, പെട്ടെന്ന് പോയാൽ മതി. ഡി എന്താ? നീ വന്നേ. റജി എങ്ങനെ വന്നൂടി? ഒരു ചാൻസും ഇല്ല. വെപ്രാളം പിടിച്ചിട്ടൊരു കാര്യമില്ല. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതല്ല, പിന്നെ ഫ്യൂസ് ഊരി മാറ്റിയേക്കോ. ആര്? പതിയെ പതിയെ. എന്തു അടി ഇവിടെ നടക്കുന്നത്? ആരാന്നാ? എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, വെപ്രാളം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കുട്ടിച്ചായനെന്ന് കണ്ണും കിഴയും കാണാൻ തങ്ങേരാനി. പിന്നെ ആരാടി? ആരാ ഇങ്ങോട്ട് വരാനുള്ളത്? ഇനി നിന്റെ കൂട്ടുകാരനെങ്ങാനും വല്ല വീഡിയോ എടുക്കാനും പറ്റുമോ? പിന്നെ അവനെന്തിനാടി അകത്തൂന്ന് പൂട്ടുന്നേ? നീ വന്നേ.